Recording started. Yeah, go ahead. Yeah. Sister Alice. ചേച്ചി മോനെ ടെസ്റ്റിമണി പറയാവോ? എന്റെ പേര് സൗണ്ട് ശരിയായിരിക്കില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ. എന്റെ പേര് ആലീസ്. ഞാൻ ജനുവരി 23 കോവിഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? താങ്ക് യു. ഞാൻ ജനുവരി 23 കോവിഡായിട്ട് എനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരുന്നു, 7 മാസമായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. പോയി 1 വീക്ക് ആന്റിബയോട്ടിക് എടുത്തു. വീണ്ടും പോയി, വീണ്ടും കുറവില്ലാത്തതുകൊണ്ട് വീണ്ടും പോയി എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വീണ്ടും പോയി. പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. 2-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 7-ാം തീയതി ആയപ്പോഴത്തേക്കും അത് വെന്റിലേറ്ററിലാക്കി. 15-ാം തീയതി ആയപ്പോൾ അവിടെ നിന്ന് അമേരിക്കൻ ഹോസ്പിറ്റലിൽ വിട്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മാർച്ച് 4-ാം തീയതി ഓർക്കുന്നുള്ളൂ. ബാക്കി എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടില്ല. കുഞ്ഞിനെ നഷ്ടം. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് എന്തോ പ്രവർത്തിച്ചെന്ന് വേണം പറയാൻ. ഞാൻ ഇന്നലെ വരെ ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആയി. എനിക്കറിയത്തില്ല, നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പതുക്കെ നടക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. നമുക്കറിയാം അമേരിക്കൻ ഹോസ്പിറ്റലിൽ എത്ര പൈസ ആവുന്നുള്ളത്. ഞാൻ 2 DHL വന്നതുകൊണ്ട് എനിക്ക് കാശും അതൊന്നും ഇവിടെ കൊടുക്കേണ്ടി വന്നില്ല. ദൈവം അത്ഭുതകരമായി എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഇല്ല. ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും ഇനി അടുത്ത ആഴ്ചയായാലും സാക്ഷ്യം പറയും. നമുക്ക് ആലീസിന് വേണ്ടി 1 മിനിറ്റത്തേക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. നല്ലൊരു കർത്താവേ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നീ കരുതിയ എല്ലാ നന്മയ്ക്കായി സ്തോത്രം കർത്താവേ. ആലീസ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കരം തൊട്ടേനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവാണല്ലോ കർത്താവേ. സ്തോത്രം. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നീ കൊടുത്ത പരിപൂർണ സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. നീ തൊട്ട് സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ കുടുംബമായിട്ട് കർത്താവേ ആലീസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ. ഹല്ലേലൂയ. നീ കരുതിയ കൃപയ്ക്കായി സ്തോത്രം, നന്ദിക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനായി സ്തോത്രം കർത്താവേ. പരിപൂർണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് കൃപയാൽ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. മാനവമോത്തരേ നാമത്തായി മുടി കേൾക്കണമേ. Brother? Yeah, I'm there. Praise God. Praise God. Good evening, brother Anu. You look like you are in some outside world. I'm trying to connect perfectly. Also fine. So you like to be on virtual, huh?
No. This kids are doing. I just did. So, Praise Alice God. was there. I heard, brother, seen her, right? We were praying for a long time for Alice. She had a COVID and she was in a ventilator for a long time. And she completely recovered in the name of Jesus. She came and just given her testimony. God is great. Praise God. Because she was there, it came to my mind, I have to pray. So immediately I prayed. I don't know. That was good, no? That was good. Anybody else wants to share something? Zareen, you got anything to share? Brother, I shared in Konkani session. I will share over here also. Okay. This last Sunday, Easter, we had RCI. You can speak in around- Malayalam. You know Malayalam, no? Yes. Then Sorry, Brother. my sister Elsie is there not to for me translation. Okay, sorry, brother. Sorry. Today Sorry, Elsie has turned the camera in such a way that the light doesn't come on her face only. Okay. Yes. Yes, brother. Ah, ഈ Yes. ലാസ്റ്റ് സൺഡേ ഞങ്ങളുടെ RCI കാൻഡിഡേറ്റ്സിന്റെ ഞങ്ങൾ 6 മാസം തൊട്ട് ട്രെയിനിങ് നടത്തണായിരുന്നു അഡൾട്ട് കാൻഡിഡേറ്റ്സ് അവര് One minute. Brother Arshan, can you make me a coach so that I can take care of the mics which are making noise? Today Arshan seems to be away from his place. Arshan, are you there? He's not in his position, brother. There you go. By the time he will come, I'll try to mute. Okay. So mute everybody except Zareen. Okay. Yourself and Sister Elsie, I'm unmuting. Rest all I are muted. can unmute myself whenever I want. Okay. Brother, Put under mute. brother Vince, Yeah, go ahead. യെസ് താങ്ക് യു ബ്രദർ. ഈ ലാസ്റ്റ് സൺഡേ ഈസ്റ്റർ സൺഡേ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് 16 ആൾക്കാർ 16 കാൻഡിഡേറ്റ്സ് RCI അഡൽട്ട് ബാപ്റ്റിസം എടുത്ത് അവര് ഹിന്ദുസ് ആയിരുന്നു. 17 ഉണ്ടായി, ഒരാൾക്ക് കോവിഡ് ആയി, അത് കാരണം ലാസ്റ്റ് മൊമെന്റിൽ ഒരാള് മാറിപ്പോയി. 16 കാൻഡിഡേറ്റ്സ് എടുത്ത് ഇനിയും 10 പേരുണ്ടായി, പക്ഷെ അവരുടെ ലീഗൽ പേപ്പേഴ്സ് ഒക്കെ എല്ലാം ശരിയായിരുന്നില്ല. അത് കാരണം അവരെ മാറ്റേണ്ടി വന്ന് ഞങ്ങൾക്ക് 2 ആഴ്ച മുമ്പ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 35 കാൻഡിഡേറ്റ്സ് ഉണ്ടായി. ഈ ഞങ്ങളുടെ ആർച്ച് ഡയസീസിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഡൊംബിവിലിയാണ്, പക്ഷെ ഇത് നടക്കുന്നത് കല്യാണിലാണ് ഈ ക്ലാസ്. പക്ഷെ ഈ ആൾക്കാരെല്ലാരും ജോലി ചെയ്യണവരാണ്, ഭയങ്കര പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. അപ്പൊ അവർക്ക് ഇത്ര ദൂരെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റണില്ല, അവർക്ക് ജോലിക്ക് പോകണം. ഈ കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം ഇപ്പൊ അവർക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങള് സിൻസ് 2 years ഞങ്ങൾ ട്രൈ ചെയ്യണമായിരുന്നു. ഈ വീട്ടിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് ഈ ആൾക്കാരൊക്കെ കിട്ടിയതാണ്. അവര് ബാപ്റ്റിസം എടുക്കാന്ന് അവര് എഗ്രി ചെയ്ത്. പക്ഷെ ഞങ്ങളുടെ ആർച്ച് ഡയസീസ് ഞങ്ങൾക്ക് പെർമിഷൻ തരണുണ്ടായില്ല. അപ്പൊ അത് കല്യാണിൽ പോയിട്ട് എടുക്കണം എന്നങ്ങനെ പറയണായിരുന്നു. പക്ഷേ അറൌണ്ട് സെപ്റ്റംബർ മന്തിൽ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. എന്നിട്ട് ഞങ്ങൾ 3 ടീച്ചേഴ്സ്, ഞാൻ, ഷൈനി ടീച്ചർ ആൻഡ് ലാജ്വന്തി ടീച്ചർ, ഞങ്ങൾ 3 പേരുണ്ടായി ഈ ബാപ്റ്റിസം ക്ലാസ് എടുക്കാൻ. ഞങ്ങൾ 3 പേര് ഓൾമോസ്റ്റ് ഒക്ടോബർ തൊട്ട് ഈ മാർച്ച് വരെ ഞങ്ങൾ ക്ലാസ്സസ് എടുത്ത്, എന്നിട്ട് ഞങ്ങളത് 40 ക്ലാസ്സസ് അറൌണ്ട് 17 ക്ലാസ്സസിൽ ഞങ്ങൾ എടുത്തിട്ട് അത് തീർത്ത് 16 ആൾക്കാർ ബാപ്റ്റിസം എടുത്ത് ഈ ലാസ്റ്റ് സൺഡേ. ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞ് എല്ലാരും ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ ഫാമിലീസ്, അതില് കുറെ മിറാക്കിൾസ് ഒക്കെ നടന്ന ഫാമിലീസ് ആണ്. അവരൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന്, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ലാജ്വന്തി ടീച്ചർ എന്റെ കൂടെ വന്ന് ഞങ്ങൾ ഊണ് കഴിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നതാണ്. ആ സമയത്ത് ഊണ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചപ്പോ ഇങ്ങനെ
ഗ്യാസേ നടക്കണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വേറെ സിലിണ്ടർ വെച്ചിട്ട് നോക്കി. പക്ഷേ റെഗുലേറ്റർ എന്തോ സ്വരം എടുക്കണായിരുന്നു. എന്നിട്ട് ഗ്യാസ് ലീക്ക് പോലെ സ്വരം വന്നിട്ട് ഗ്യാസ് പോണായിരുന്നു. അപ്പൊ ലൈറ്റർ നടക്കണ്ടായില്ല. അത് കാരണം ഞാനത് ഓൺ ചെയ്തില്ല. അല്ലെങ്കിൽ അത് ഓൺ ചെയ്തെങ്കിൽ ഭയങ്കര ബ്ലാസ്റ്റ് ആയി പോയേനെ. അത് കാരണം ഭയങ്കര ഒരു വലിയ മിറാക്കിൾ നടന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, അത് സൺഡേ ആയിരുന്നു, അപ്പൊ ആൾക്കാരെ വിളിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ കാലത്ത് റിപ്പയർ ചെയ്യണ ആൾക്കാരനെ വിളിച്ച്, അപ്പൊ അവര് പറഞ്ഞാണ് നിങ്ങള് ഭയങ്കര ഒരു ഇവിടെ ഒരു മിറാക്കലാണ് ഇത്. കാരണം നിങ്ങളുടെ പൈപ്പിനും ലീക്ക് ഉണ്ട്, അതിന് ചെറിയ ലീക്ക് ഉണ്ട്, സൈഡിലെ ക്രാക്ക് കാണിച്ചു തന്ന് അതും ലീക്ക് ഉണ്ടായി. നിങ്ങളുടെ സിലിണ്ടർ തീരുന്നതല്ല, ഇതിൽ ലീക്ക് ആയ കാരണമാണ്. പക്ഷെ നിങ്ങളുടെ റെഗുലേറ്റർ ലീക്ക് ആയ കാരണം പ്ലസ് ആ ലൈറ്റർ നടക്കാത്ത കാരണം ഇത് വലിയൊരു സംഭവമാണതിനു മുമ്പ് തന്നെ അത് ദൈവം രക്ഷിച്ചു നിങ്ങളെ. അത് കാരണം അതൊരു വലിയ ഒരു മിറാക്കിൾ ആയിരുന്നു. അതെനിക്ക് മനസ്സിലായി അന്നൊരു വലിയ അറ്റാക്ക് ആയിരുന്നു. ഇത്ര 16 ആൾക്കാരുടെ സോൾ, 16 ഫാമിലീസ് അന്ന് ഓൾമോസ്റ്റ് യേശുവിന്റെ രാജ്യത്തിൽ വന്ന്. അത് കാരണം അത് അറിയായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും അറ്റാക്ക് ഞങ്ങളുടെ പുറത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് കാലത്ത് തന്നെ മൺഡേ എന്റെ ഒരു എക്സാം ആയിരുന്നു, സ്കൂളുടെ എക്സാം ആയിരുന്നു. ഞാനായിരുന്നു ആ പേപ്പർ ഉണ്ടാക്കിയത് ഓൺലൈൻ. പക്ഷെ ആ പേപ്പറിന് ഭയങ്കര ടെക്നിക്കൽ ഫോൾസ് കുറെ വരുന്നുണ്ടായി. അത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് 12 o'clock എക്സാം ആണ്, ടെക്നിക്കൽ ഫോൾസ് പറഞ്ഞായിരുന്നു. അപ്പൊ അതും നടക്കുന്നുണ്ട്, ഗ്യാസിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്, പ്ലസ് എന്റെ ATM കാർഡും ബ്ലോക്ക് ആയി പോയി. ഞാൻ പൈസ എടുക്കാൻ പോയിട്ട് എടുക്കാൻ പറ്റണില്ല, ബ്ലോക്ക് ആയി പോയി. 2 ATM പോയിട്ട് എടുത്തിട്ടും ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് മൊബൈൽ നോക്കി, ഒരു പെണ്ണിന്റെ സ്റ്റേറ്റസ് നോക്കി. ഒരു RCI കാൻഡിഡേറ്റ് അവരുടെ സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായി, ചേർത്താൻ നമ്മളെ ഡൈവേർട്ട് ചെയ്യും പല സ്ഥലത്തും, അവിടെ ഇവിടെയും നമ്മളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും, കുറെ പ്രോബ്ലംസ് ഒരുമിച്ച് കൊണ്ടുവരും. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം എന്ന് ഹ്യൂമൻ വേയിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല, അവിടെ ഇവിടെ ഡൈവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇരുന്നിട്ട് ടങ്സിൽ പ്രാർത്ഥിച്ച ഇതെല്ലാം സോൾവ് ആവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ATM ഓടുന്നു, ഗ്യാസിന് വേണ്ടിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നു. പിന്നെ ഈ എക്സാമിന്റെ ഫോൾട്ട് ശരിയാ, അത് ഫോൾട്ട് ഉണ്ട് അതിൽ, അത് ശരിക്കും ആണില്ല. അത് കാരണം ഞാൻ കമ്പ്യൂട്ടറിൽ ഇത് ചെയ്യണേണ്. എല്ലാം കൂടി എല്ലാം സൈഡിൽ നിന്ന് ഞാൻ ഫുൾ ആണേണ്. ഞാൻ 1/2 മണിക്കൂർ ഇരുന്നിട്ട് ടങ്സിൽ പ്രാർത്ഥിച്ചു, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കലീഗിന്റെ കോൾ വന്ന്, കാർഡ് ബ്ലോക്ക് ടെക്നിക്കൽ ഫോൾട്ട് ആയിരുന്നു ബാങ്കിന്റെ അടുത്തുനിന്ന്, അത് ശരിയാക്കി, അത് ശരിയായി. സെക്കൻഡ്, ഞങ്ങളുടെ ഗ്യാസ് റിപ്പയറർ ആ സമയത്ത് തന്നെ വന്ന് ഗ്യാസ് ശരിയാക്കി. നെക്സ്റ്റ് വൺ, എക്സാം ടൈം, സോറി, എക്സാം ടൈം ടെക്നിക്കൽ ഫോൾട്ട് ഇമ്മീഡിയറ്റ്ലി എന്റെ മോൻ കെവിൻ നോക്കിയത്, എന്നിട്ട് അത് മനസ്സിലായി, അത് ആ ഫോമിന്റെ ശരിയാക്കി. എന്നിട്ട് എല്ലാം ടീച്ചേഴ്സിന് ശരിക്കും കിട്ടിയത്. റൈറ്റ് മൂമെന്റ് 12 o'clock എക്സാമും നടന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ചില സമയത്ത് നമ്മൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്, എന്നാലും നമ്മൾ വെറുതെ അവിടെ ഇവിടെ ഓട്ടം ഓടും. അതിന്റെ ഒരു ആവശ്യമില്ല. ഇത്ര സോൾസ് സൺഡേ സേവ് ആയി, അതിന്റെ എന്തെങ്കിലും ഒക്കെ എഫക്ട്സ് ഞങ്ങളുടെ പുറത്ത് എന്താ ദേഷ്യം ഉണ്ടാവുമല്ലേ ചേർത്താന്ന പുറത്ത്, ഇത്ര ഇവര് ഇതിന് ചെയ്തതല്ലേ, ഇത്ര ആൾക്കാരനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടിപ്പിച്ചില്ലേ. അത് കാരണം ഇത് വലിയൊരു മിറാക്കൽ ആയിരുന്നു. ഗ്യാസിന്റെ വലിയ ബ്ലാസ്റ്റ് ആണെന്ന് ഞങ്ങൾ സേവ് ആയി. ഞാൻ എന്റെ മോൻ, എന്നിട്ട് ലാജ്വന്തി ടീച്ചർ, പ്ലസ് എക്സാംസും ശരിക്കും നടന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ യേശുവിനെ നന്ദി 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 പറയണേണ്. താങ്ക് യു ഫോർ ദിസ് ബിഗ് മിറാക്കിൾ on this Easter Sunday. Praise God. There was a gas leak. So how did they get saved? Their lighter did not work. And now the lighter is working, no problem. Automatically it started working. But that it didn't work. It would have been a time bomb. Yeah. I prepared food in the morning itself, and then I went to church at 10 o'clock for the service. And where was this leak? In whose house? Mine. And who was at home? Nobody was at home. I had gone to church. The gas was leaking at that time. No, I offed it because when I came back after the service, when I decided to warm the food, that time the gas is not working because the lighter was not working actually. But it would have been a big thing, like. But the windows, everything was when open. The gas is leaking, there is something called as, you get the gas smell, no? Yeah, but this was not coming.
because it was like closed. No, all cabinets are there and it is under that. So No, when but see, the cooking gas by itself does not have a smell, but they have purposely put a smell in the gas that when it is leaked, your nose will give you indication that there is gas leakage in the room. Are yeah, you following? so when the lighter was not working, so when I on, I thought gas is over, so I changed the cylinder. When I changed the cylinder, when I placed the regulator on the new cylinder, the sound started coming with big noise that gas was moving. So then I said better not to take any risk. I called up the person to prepare, like, no, but he said Monday only he will come, Sunday he won't come. So I just kept it, I removed the pipe only, kept it separate only. So then he came and told you that there was a faulty in the regulator. Yes, regulator was faulty, and the pipe also, he showed me the slight crack was Yes. there. Okay. And at that time, many people also think that let me put on the fan. You know, every time you put on the fan and off the fan, there is Yeah. always a spark which you cannot see. Yes. But that spark is good enough for the gas to get blasted. Don't Yes. ever touch any electrical appliances. Just keep the window open, take 2 hours around and come back. The gas will go on. Don't try any other means to get the gas out. See, Elsie is doing some photography today. Husband is saying, my wife should look good. So he's brought the shooting camera lights and all that, and saying, let my wife look good. That's how the husband is, you know. All the husbands are like that. They want their wife to look beautiful. Yes. No comment from Harsha or Anu about this. What I said, they're quite Listening, brother. brother. Zarina sisters, listening the testimony because she has got a huge lot of testimonies, right? Every day, just listening. God is doing miracles. yeah. The one who is on the field applying the word every day is a testimony. Okay, so we'll start. Where did we finish? Third Harshan, point. Yes, brother. how much did we finish? Yes, brother. Up to how many points we have finished? Bina, 3 points, brother. we only finished 3. Yeah. क्या कर रहे तुम लोग? ऐसा स्लो में जाएगा तो फिर क्लास कैसा पोर्शन कैसा कंप्लीट करेगा? आपके वॉरियर्स स्लो है बाकी। हाँ? आपके वॉरियर्स थोड़ा स्लो हैं। वॉरियर स्लो है क्या मालूम? Praise God. The So whole what days, I are the believe. 3 points we learned? The first point was uncommon favor is when God uses or God causes someone to desire to become a problem solver in your life. Okay. The second point is the uncommon favor is gift from God that can be stopped if it is not recognized and celebrated. Okay. Third one, uncommon favor is only guaranteed to those who qualify through the acts of obedience. Okay. Okay. So fourth one we'll learn today is appropriate and right words. Appropriate and right words often generate favor from those around you. Translate, Baba.
Elsie, your mic is mute. Yes. Now tell me who looks fair, me or she? It's very hot, brother. That's why you put light, huh? No. It is very hot because the light. Anyway, I just, So he has put halogen light or what for you? I think so. LED. LED. LED light. Praise God. No, you're looking good. Come on. Translate now. So, അസാധാരണമായ അനുഗ്രഹങ്ങള് അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ 4th പോയിന്റ്, നമ്മുടെ സമീപത്ത് ഉള്ളവര്, നമ്മളായിട്ട് അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നവര്, അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സും അതുപോലെ തന്നെ അത് അതിന് സഹായിക്കും. Praise God. Now, what happens is, in our everyday life, we face situations of different kind. And the enemy wants you to open your mouth and speak what you see. So when a person is opening his mouth and speaking what he's seeing, might be the problems, situations, all the negative things going around, and he's opening his mouth and speaking, he has discontinued the favor of God. He has called into self-destruction. ഈ സമയത്തായിരിക്കും നമ്മുടെ ശത്രു ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ആ ഫാക്റ്റിനെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ അതിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് നമ്മളെ തന്നെ ഈ ശത്രു നമ്മളെ തന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്. Praise God. Why I'm saying this? Because the word in Proverbs 18:21 says, life and death is in the power of the tongue, and those who love it shall eat its fruit. So very, very important is when you're going through various situations, might be in your marriage, might be in your workplace, might be in your finances, might be in your children. Very, very important for favor of God to be active is I must learn to speak God's word and not words contradicting to God's word. Because if I speak that, I shut down God's favor and I bring Satan's power into action. But in spite of the negative things, if a person is making a decision to speak only God's word, God's promises, then the favor of God is extremely active in that person's life. സദൃശവാക്യങ്ങൾ 18:21 പറയുന്നത് പോലെ, അതായത് നിന്റെ നാവിന്മേൽ മരണവും ജീവനും നിന്റെ നാവിന്മേലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെ സമയത്ത്, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത്, ജീവിതത്തിലെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും, നമ്മുടെ വിവാഹ ബന്ധത്തില്, അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തില്, എന്തെങ്കിലും ഈ സമയത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതായത് നമ്മൾ അത് ഉപയോഗിക്കുന്ന ഏത് തരത്തിലാണ് നമ്മൾ അതിനെ സംസാരിക്കുന്നത്, അത് വിശ്വാസം കൊണ്ടുള്ള വാക്കുകളാണ് അതോ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് ആ പറയുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അത് ദൈവത്തിന് എതിരായി കോൺട്രഡിക്ഷൻ ടു ദൈവത്തിന്റെ വചനത്തിനാണെങ്കിൽ എതിരാണെങ്കിൽ നമ്മെ തന്നെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണ്. Now, Bina, when you join the new company, Yes, brother. now there might be so many hardships also there. It's not a cakewalk. Now, the question is, under that pressure, have you learned to speak life in those times? Or when you see the problems, you're opening your mouth and speaking about your problems? No problems. No more problems. I can do all things through Christ who strengthens me. So now, even if you face the problems, your mouth is not opening and speaking what you're feeling. You are only active in what God has promised you. That is why when from the time you joined in and you are practicing of speaking your faith, that's when the favor of God is active and supernatural, and you will see supernatural quality and supernatural promotion. Praise God. ബീനയുടെ ജീവിതത്തിൽ ബ്രദർ ചോദിക്കുകയാണ്, അത് പുതിയ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മുടെ ഫീലിംഗ് നോക്കി നമ്മൾ സംസാരിക്കുന്നുണ്ടോ, അതോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് എല്ലാം സാധ്യമാണെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണോ സംസാരിക്കുന്നത്? അപ്പൊ ബീന പറയാണ്, അതായത് ദൈവത്തിന് എല്ലാം കഴിയും, ഞാൻ ആ വിശ്വാസത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നതും, അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസങ്ങളോ ഒന്നുമില്ല. Praise God.
Please go ahead. So how many people do you find who under pressure speak life in spite of the pressure that is coming against them? How many people practice that? ഇപ്പോ ഹർഷൻ? ഈ ലോകത്തില് എത്ര മനുഷ്യരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതായത് ലൈഫ്, ജീവൻ ഉണ്ടെന്നുള്ളത്, ജീവനെ പറ്റി, അതായത് നമ്മുടെ വാക്കുകളിൽ കൂടി നമ്മൾ സംസാരിക്കുന്നത് നെഗറ്റീവായി സംസാരിക്കുമ്പോൾ അത് നാശത്തിലേക്കാണ് കൊണ്ടുവന്നത്. അത് എത്ര പേര് ഈ ലോകത്തിൽ അതുപോലെ ജീവിക്കുന്നുണ്ട്? നമ്മുടെ വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കരുതി അത് നല്ലതായി പറയുവാൻ, അതായത് ദൈവത്തിന്റെ വചനത്തിന് എതിരായി പറയാതെ നോക്കി എത്ര മനുഷ്യർ ജീവിക്കുന്നുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. Harshan, what do you think under pressure? What do people talk in the office? Brother, under pressure, the people may even like it. We might change to a human thinking, and there what you said, like there we stop the God's favor. Like we are putting a stop to the God's favor, and suddenly the things will turn around. And if you are sticking on to the word of God, the promises, the favor, the promises what God has given us, as Sister Sirin told, the things will happen in a supernatural way. So this is what happens to most of us in every turn of life. Okay. What about the house construction? How is it going on? It's going well, brother. So what are you speaking? I'm speaking the promises, word of God. Is it making a difference? Yes, brother, of course. So normally the old Harshan would be talking what? Problem, how to sort in a logical way, thinking about how to sort this out, spending a lot of time to find out the right person. But after holding on to the word of God, things are automatically coming into the place, and I don't have to, automatically the things are coming. Yes, brother. Yeah, Elsie. Yes. Too much of light today. ബ്രദർ ഹർഷന്റെ ഭവന നിർമ്മാണത്തിനെ പറ്റിയാണ് ബ്രദർ ജോൺസൺ ചോദിക്കുന്നത്, എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ ഈ സത്യം അറിയുന്നതിന് മുമ്പാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ നടക്കും, എന്തോരം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ കടന്നുകൊണ്ട് നമ്മൾ സംസാരിക്കും, ഇതെങ്ങനെ വരും, എന്തായി തീരും, എങ്ങനെയാണ് ഇത് തീരുന്നത്, എപ്പോഴും വറിയായിരിക്കും, ഫിയറും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ സത്യം അറിഞ്ഞത് കൊണ്ട് അതിലെ ഹാപ്പിയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കരം അവിടെയുണ്ട്, ദൈവം എല്ലാം പ്രവർത്തിക്കും, അത് നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. യെസ് ബ്രദർ. So Proverbs 16:13, Baba, just put that Proverbs 16:13. Is there somebody putting on the screen or should I put? You are putting it? Yes, brother. Okay. Proverbs 16:13. No. Yeah, read. Righteous lips are the delight of kings, and they love him that speaketh right. Now, when Joseph was called before the king, did Joseph interpret the dream? Yes. Yes. Was the dream a good news or a bad news? Bad news. Did Joseph speak solution in the midst of the bad news? Yes. Yes. Did it solve the king's problem? Yes. The moment it solved the king's problem, did the favor come on Joseph? Yes. What was the favor?
he got promoted from being a prisoner to be the second man in the whole country. So favor can take you from the pit and take you to a great height, provided your lips are speaking God's promises by faith. Your mind is to delight in the Lord and love the Lord with all your heart. And when that happens, the person is no longer operating in the lies of the devil. The person is operating in the truth that comes from God. Yeah. പഴയ നിയമത്തിലെ ജോസഫിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. ജോസഫിന്റെ സ്വപ്നങ്ങൾ കണ്ടു, ആ സ്വപ്നത്തിൽ വിശ്വസിച്ചു. ഈജിപ്തിൽ ജയിലിൽ കിടന്ന സമയത്ത്, ആ സമയത്തും അവിടെ കിടന്ന് പെറുപിറുത്തില്ല, ഒന്നും പറഞ്ഞില്ല, സംസാരിച്ചില്ല. പക്ഷെ അതീന്ന് ആ ജയിലിൽ നിന്ന് രാജാവിന്റെ രണ്ടാമനായി, അത് ഗവർണറായി, ഈജിപ്തിന്റെ ഗവർണറായി തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മള് ഏത് അവസ്ഥയിലാണെങ്കിലും, ബുദ്ധിമുട്ടിലായാലും കിടന്നാലും, പക്ഷെ ദൈവത്തിന്റെ ആ വചനത്തിന് അനുകൂലമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ, അസാധാരണമായ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരും. ഇത് ജോസഫ് നമുക്കൊരു ഉദാഹരണമാണ്. Praise God. Praise God. So in our everyday life, do we practice the tongue of a righteous one? The tongue of a righteous one is the person who is all the time speaking the truth, speaking the right thing, and that same person is believing that God in his mercy is going to lift him up for all the right decision that he is taking. And the decision is taking not because he wants to be blessed. The right decision is taking so that the Lord is able to do exceedingly abundantly far more than we can imagine through the power that is at work. So when you're sowing a seed in other people's life, it is bringing up to God a tremendous victory. Yeah. നീതിമാനായ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നത്, അതായത് അയാൾ ഒരു നീതിയുടെ, അതായത് സത്യം മാത്രമേ അയാൾ പറയുകയുള്ളൂ. നീതിമാന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഒരു സത്യമായിട്ടുള്ളതായിരിക്കും. അപ്പൊ ആ സത്യത്തിൽ കൂടി അയാൾ സംസാരിക്കുന്നത്, അതിന് പല പല കാര്യങ്ങളും, അതായത് ഏറ്റെടുക്കാൻ പല നന്മകളും അതിൽ കൂടി വരാൻ സാധ്യമാണ്. Brother, can you just repeat again, because I couldn't follow proper. Just can you tell me again? I don't remember what I said. Can somebody tell me what The did I tongue say? of the righteous Yeah. person. No, what was the example that I gave? Joseph. So when Joseph gave the solution to the problem, okay, it benefited the king. It solved the king's problem. And when Joseph was able to solve the king's problem using the gift of God, he himself got blessed from a prisoner to become the man of God in Egypt. അതായത് പഴയ നിയമത്തിലെ ജോസഫിന്റെ ആ അവസ്ഥ, അതായത് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. അപ്പൊ ജോസഫ് ഈ രാജാവിന്റെ സ്വപ്നത്തെ വിവരിച്ചു കൊടുത്തപ്പോൾ, അത് കേട്ടപ്പോൾ, അത് പറഞ്ഞു കൊടുത്തപ്പോൾ ജോസഫിനും അതൊരു അനുഗ്രഹമായി തീർന്നു. അത് രാജാവിനും സന്തോഷമായി. കാരണം അത് ദൈവത്തിൽ നിന്ന് വന്നുള്ള ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ ആ ഒരു കണ്ണ് ഈ ജോസഫിന്റെ മേലുണ്ടായിരുന്നു. അപ്പൊ ജോസഫ് സംസാരിച്ചതെല്ലാം ദൈവത്തിന്റെ ആ കരുണ, ദൈവത്തിന്റെ ആ കൃപയും ജോസഫിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു അനുഗ്രഹമായി തീർന്നു. ജോസഫ് ഗവർണറായി തീർന്നു. So the fifth point is humility generates favor. Humility generates favor. അഞ്ചാമത്തെ അൺകോമൺ ഫേവർ ആയിട്ട് വരുന്നത് എളിമ. എളിമയുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ എല്ലാം നമ്മളെ തേടി വരും. So the one who
who is operating in humility, such a person experiences the goodness of God, the compassion of God. And when that relationship starts growing, now the Lord begins to equip this person with his wisdom. Praise God. With his glory and with his self-destruction. എളിമയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അയാളെ തേടി വരും. അപ്പൊ നമുക്ക് ഒത്തിരി അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി ഒത്തിരി എളിമയിൽ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മെ തന്നെ ഉപയോഗിക്കാനും അതിൽ കൂടി നമുക്ക് അസാധാരണമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുവാനും സാധിക്കും. So when you're righteous, you're speaking your faith, you become humble, and humility generates favor. അപ്പൊ എളിമയുള്ളവന്, അതും അയാൾ നീതിമാനായ ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ സംസാരത്തിൽ കൂടി അത് അനുഗ്രഹങ്ങളാക്കി കർത്താവ് തന്നെ അത് മാറ്റും. So fifth point is humility generates favor. അഞ്ചാമത്തെ അതാണ് എളിമയുള്ളവന്, അതായത് ഈ ഫേവർ ദൈവം കൊടുക്കും. Praise God. So how does it do that? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? When you do something for somebody that will solve other people's problem, now you are operating in humility. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്നതിന് നമുക്കൊരു എളിമയുള്ള ഒരു ഹൃദയമുണ്ട്. അത് അയാൾക്കും ഒരു നന്മയ്ക്കായി തീരും. So fifth point is humility creates favor. That is Proverbs 15:33. സദൃശവാക്കുകള് 15:33 പറയുന്നത് ഇതാണ്. അതായത് ഒരു ഹൃദയമുള്ള ഒരു നീതിമാനായ ഒരു മനുഷ്യൻ, അയാളിൽ കൂടി പല ദൈവത്തിന്റെ നന്മകളും നമുക്ക് കിട്ടുവാൻ സാധ്യമാണ്. Yeah, read. Brother, Proverbs 15:33, right? Yeah. Yeah. The fear of Lord is the instruction of wisdom, and before honor is humility. Yeah. So when you are operating in that, what happens? The favor of God shows up. Yes. So each one of us is challenged to operate in humility or in self-destruction. Maybe from that side. Brother, your volume is low. So the I just put the video off. Brother, you're muted. Brother? Can you hear me now? No, it's okay. Yeah. So when a person is humble, yes, when a person is humble, that humility creates or generates favor. So the more and more the person is following
God's instructions, he begins to tap into the wisdom of God, and that wisdom of God activates the favor of God, and that's when the person experiences the kingdom of heaven personally, and he is lifted up from glory to glory. So every day, the question is, how much of God's instruction am I willing to follow? How much of God's wisdom I'm willing to apply in my everyday life? So the person who does that every day, the favor of God comes into action, bringing supernatural results in that person's life every day. Yeah. എളിമയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ദൈവത്തിന്റെ വിസ്റ്റം അയാൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ അയാൾ ദൈവത്തിന്റെ കാര്യത്തിൽ മുഴുകിക്കൊണ്ട് അത് കിട്ടുവാൻ വേണ്ടി, അതായത് കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ മഹത്വം അറിയുവാനും ഇടയായിത്തീരും. Praise God. Praise God. Then the sixth one is an uncommon skill. An uncommon skill or anointing. An uncommon skill or anointing often creates favor. An uncommon skill often creates a favor. Yeah. ആറാമത്തെ എന്ന് പറയുന്നത് അൺകോമൺ, അതായത് ഒരു അസാധാരണമായ ഒരു സ്കില്ലോ അല്ലെങ്കിൽ അഭിഷേകം, അതുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. So let's go to Daniel chapter 2. Daniel chapter 2, 47 and 48. Yeah, read. The king answered unto Daniel and said, of a truth it is that your God is a God of gods and a Lord of kings and a revealer of secrets, seeing thou couldn't reveal this secret. Then the king made Daniel a great man and gave him many great gifts and made him ruler over the whole province of Babylon and the chief of the governor over all the wise men of Babylon. So the uncommon skill of Daniel, when he shared it with the king, it sorted out the king's problem, and the more and more the king's problem was gone, the more and more he became dear to the king, and the king now began to bless him with many, many gifts and made him a ruler over the whole province of Babylon. So you see, it all started by him using his uncommon skill for an uncommon purpose. Praise God. Praise God. നമുക്ക് ഇവിടെ ഈ പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ രാജാവിന്റെ അയാളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അയാളെ സഹായിച്ചപ്പോൾ രാജാവ് ദാനിയേലിനെ നമസ്കരിച്ച് അവനെ വലിയവനാക്കി തീർത്തു, അവനെ മഹാനാക്കി തീർത്തു. അത് ദാനിയേൽ ഒരു എളിമയോടെ രാജസന്നിധിയിൽ നിന്നുകൊണ്ട് രാജാവിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് രാജാവിനെ സഹായിച്ചത് അത് രാജാവിന് അനുഗ്രഹമായി. രാജാവ് ഈ സന്തോഷം കൊണ്ട് ദാനിയേലിനെ മഹാനാക്കി തീർത്തു. Yes, brother. So we see that each one has been given talents and gifts. So we must discover our talents and gifts every day of our life. നമ്മൾക്ക് ഓരോരുത്തർക്കും കർത്താവ് നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. അപ്പൊ താലന്തുകൾ അനുസരിച്ച് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. ഏത് താലന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മുടെ കഴിവിന്റെ പരമാവധി അത് ദൈവത്തിന് വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുവാനും നമുക്ക് സാധിക്കും. The seventh point is repentance brings favor. Repentance brings favor. ഏഴാമത്തെ മാനസാന്തരം മൂലം നമുക്ക് കർത്താവിന്റെ അസാധാരണമായ അനുഗ്രഹങ്ങൾ കിട്ടും. So the prodigal son discovered this power. When he came to himself, he said, how many hired servants of my father's have bread enough and to spare, and I perish here with the hunger. So we see the scripture moves up to, oh, it's not given. Okay. So the prodigal son was hungry and he had to rise and go to his father, and he begins to confess his sins, that I will confess before my father, I have sinned against heaven and earth and before you, and I am no more worthy to be called your son. Make me one of your hired servants. And he arose and came to his father. When he was yet afar away, his father ran. His father saw him and had compassion on him, and ran and fell on his neck and kissed him. So we see true repentance brings amazing reward. മുടിയനായ പുത്രൻ അവന് സുബോധം വന്നപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ഓർത്തു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാരുണ്ട്, എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഞാൻ സ്വർഗത്തിനും എന്റെ പിതാവിനെതിരായി പാപം ചെയ്തു പോയി. അത് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ പിതാവ് എത്രയോ സ്നേഹവാനായ പിതാവായിരുന്നു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ വെച്ചു. ഒരിക്കലും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഒന്നും ചെയ്തില്ല. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ മാനസാന്തരപ്പെടണം. ഇത് അസാധാരണമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ചേരുന്നതാണ്. Praise God. Favor increases when you associate with people of integrity. Favor increases when you associate with people of integrity. Next one. I don't know, brother, that is the correct word for Malayalam, integrity. Integrity is the person who stands on the word. Okay. അതായത് കർത്താവിന്റെ വചനത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്. It is more about a reputation of a person. Okay. അതായത് ഒരു മനുഷ്യന്റെ ഒരു നന്മ, അയാളിലുള്ള ഒരു നന്മ, അത് നമുക്ക് അസാധാരണമായ അനുഗ്രഹം കർത്താവിന്റെ കിട്ടുവാൻ സഹായിക്കും. So because of Eve's natural habit, especially during the time when she goes through the field where Boaz, okay, now she is there coming to the field to work for Boaz, who is the landowner. Now remember, Ruth is not a Jew. She comes from a cursed tribe called Moab. But when she got into the field of Boaz, she began to work there in the field, and following the instruction of the mother-in-law, Boaz's attention fell on Ruth, and he decided to get married to her. Now, the moment she got married, she also became a co-partner of the land. So that is also again a favor of God, that she got this man, a man of God, also with prosperity, to be her husband. And that's what changed her life. And at the same time, her life also brought blessings to all the people around her, because that's what favor does. It increases when you associate with people of faith, people of action, people who are living by the word of God.
പഴയ നിയമത്തിലെ റൂത്ത് വന്നിരിക്കുന്നത് മോവാബ് ദേശത്തു നിന്നാണ്, അതായത് ശപിക്കപ്പെട്ട ദേശത്തിൽ നിന്ന്. എന്നാൽ അമ്മായിയമ്മ നവോമിയുടെ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് എളിമയോടെ സ്വീകരിച്ചുകൊണ്ട് ബോവാസിന്റെ വയലിൽ പോയി ഒരു കാല പെറുക്കുന്ന ഒരു സ്ത്രീയെ പോലെ അത് ചെയ്തപ്പോൾ ബോവാസ് കണ്ടു അവളെ, അങ്ങനെ അവളെ ഭാര്യയാക്കി ഏറ്റെടുത്തു. അതായത് അനുഗ്രഹം, കർത്താവിന്റെ അനുഗ്രഹം അവൾക്ക് കിട്ടുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ അതായത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, അത് അനുഗ്രഹിക്കപ്പെട്ടവര്. കാരണം ബോവാസ് ഒരു നല്ല മനുഷ്യനായിരുന്നു, അതിൽ കൂടി അവളും ഒരു അനുഗ്രഹത്തിന് പാത്രമായി തീർന്നു. Praise God. And this same Ruth, who was working on the field, now became the wife of Boaz, and she became the great grandmother of David, then great grandmother of Solomon, and Jesus also comes from the same lineage. So Ruth was born in a cursed tribe, in a cursed family. A decision to move into Israel got her into the right direction, where her body is no longer going to be under curse, the soul is not going to be under curse, but she has everlasting life because she trusted in God through Jesus. ഈ റൂത്ത് അവൾ വിവാഹം കഴിച്ച് ബോവാസിലെ വിവാഹം കഴിച്ചതിന് ശേഷം അവൾ ആ വംശാവലിയിൽ, അതായത് ദാവീദ്, സലോമോൻ, അതുപോലെ തന്നെ നമ്മുടെ യേശു, ആ വംശാവലിയിൽ അവൾ അതിൽ വന്നു ചേർന്നു. ശപിക്കപ്പെട്ടതാണെങ്കിലും അനുഗ്രഹത്തിന് പാത്രമായി തീർന്നു. Praise God. Thank you, Jesus. Ninth one, favor comes when you solve a problem during a crisis. Favor comes when you solve a problem during a crisis. അതായത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഇതൊരു അതായത് ഒരു അസാധാരണ ഫേവർ വരും. നമ്മള് ബ്രദർ, can you repeat again? Favor comes when you solve a problem during a crisis. നമ്മൾ മറ്റുള്ളവരുടെ പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുകള് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ നോക്കുമ്പോൾ അസാധാരണമായ ഒരു കൃപ, അതായത് അസാധാരണമായ ഒരു ഫേവർ നമ്മുടെ ജീവിതത്തിൽ വരും. So every day we have opportunities to solve people's problems, and the more and more you go around solving people's problem, favor will come into your life and solve your very problem during a crisis. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് അവരെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും കർത്താവ് തന്നെ അത് മാറ്റിയെടുക്കും. Praise God. And the scripture is Daniel 2:12-13. Daniel 2:12-13. Hello. Yes. Daniel 2:12-13. Yes. Read Malayalam. Yeah, you can read Malayalam till the time she opens the. Whoever gets first, read it. It is there in the screen. Yes, sister, you read in Malayalam. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രോധിച്ചു. ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരനെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. For this cause, the king was angry and very furious, and commanded to destroy all the wise men of Babylon. And the decree
went forth that the wise men should be slain, and they sought Daniel and his fellows to be slain. Praise God. Praise God. So what had happened is there was a issue, and the king asked the wise men to solve his problem, what he was thinking in his mind. So, and those who cannot interpret, they will all be killed. So Daniel's wisdom, praise God, that even though the king was angry and very furious, and he commanded forth that the wise men should be slain, these wise men sought Daniel and his fellows to be saved. Daniel went in and desired of the king that he would give him time and that he would show the king the interpretation. And that's how Daniel not only got saved, but also through Daniel, the other wise men who were supposed to be put to death, their life also got saved because of Daniel's wisdom. I'm reporting to God the Father every day. Emily is finished for us. 10th one, favor can come when God reminds someone when David has, praise God. So favor can come when God reminds someone or something good you have done in the past. And that is what we see, that the king was reminded, that is in Esther. In Esther 6:3, the king was reminded that a man named Mordecai, he had been a blessing to the king because he had revealed the plot of the enemy to assassinate him and destroy him, his family, and the kingdom. So, even though the king was saved, but there was nothing done to the man Mordecai for the good seed that he had planted, but the king had forgotten. But at the right time, the king scheduled a parade for him, and the king said, "What honor and dignity has that been done to Mordecai for this?" Then said the king's servant that ministered unto him, "There is nothing done for him." And Mordecai went out from the presence of the king in royal apparel of blue and white, and with a great crown of gold, and with the garment of fine linen and the purple. And the city of Shushan rejoiced and was glad. Praise God. Praise God. പഴയ നിയമത്തിലെ So favor can come when God reminds someone or something good you have done. So even though Mordecai had done something good, the king had forgotten about it, but the Lord reminded through someone to Mordecai that nothing was revealed, nothing was shared as a positive sign. The plot to assassinate the king. Thank you. Thank you, Jesus. So remember, whatever you do to the least of my brothers, Jesus said, you have done it to me. So your action never goes wasted. It produces the harvest for which you have planted the seed. You have not planted the seed that you will get something in return. You planted the seed because you love. But the Lord wants you to increase your expectation of receiving from God, because expectation is the person standing by faith. Now, even though he stands by faith, here in the place where I'm living, in the morning, there'll be sunrise, and then in the evening, it will be sunset. So the both
both the extremes we can experience. In the same way, in our life, there are experiences of pressure, and during sunset, there's only a beautiful scenery, but no hot sun. Praise God. In the same way, in our lives, when we practice what God has given us in His Word, even though nobody recognizes you, nobody says thank you to you, but your very heart condition that, Lord, I want to serve you all the days of my life. I have not come here to receive something from them, but I've come to give them what I've learned. When that becomes your attitude, you will destroy the spirit of any spirit that is blocking you from doing God's favor. Obedience to God. Next one, obedience to God guarantees favor. Obedience to God guarantees favor. You are cursed with a curse, for you have not robbed me. Praise God. So, when a person is walking in disobedience under the law, he is under curse. And when a person is living a selfish life, he is robbing God and even this whole nation of their future, because the seed of Joshua and Caleb opened their pathway to go to the promised land. And there shall be no room enough to receive it. And I will rebuke the devourer for your sake, and you shall not eat the fruit of your ground, neither shall your wine cast their fruit before the time in the field, says the Lord. So the Lord is giving them answers to everything that they want to do, and it will all come out suddenly. Amen. Amen. Yeah. So today we'll stop over Brother, here this and we'll is- continue next Brother, time. this is 11th point or 10th point? Obedience to 11th God point. guarantee? 11th point. 11th point. Okay. So these points what we have written, let's practice for a whole week and come back with God's favor activated in your life. Okay? Yes, brother. I'm so sorry. Hello. I'm so sorry because my eyes are dripping, closing, and I'm not able to concentrate on what I'm saying. No problem, But brother. what we Hello. received, are golden nuggets, which will help us. Yeah, Sister Elsie. Yes, so I will tell all that, brother, what you said from the Mordecai. Yeah. പഴയ നിയമത്തിലെ എസ്തർ രാജാവിന്റെ, അതായത് മൊർദോക്കായിയെ കൊല്ലുവാൻ നൈമാൻ പല എല്ലാ ഇസ്രായേലി മനുഷ്യരെ ജൂത വംശത്തെ കൊല്ലുവാൻ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ രാജാവ് ഓർത്തത്, അതായത് ഈ മൊർദെക്കായി ഒരു സമയത്ത് രാജാവിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാണ്. അപ്പോൾ കർത്താവ് അനുഗ്രഹങ്ങൾ, നമ്മൾ പല അനുഗ്രഹങ്ങൾ ചെയ്തതിനെ ഓർത്തുകൊണ്ട് അതിനെ തക്ക സമയത്ത് അത് പൊക്കിയെടുത്ത് അതിനുള്ള സഹായം കർത്താവ് നമുക്ക് തരും. അങ്ങനെയാണ് കർത്താവ് ഈ രാജാവിന് ഉറക്കം വരാതെ രാജാവ് പുസ്തകത്തിൽ നോക്കിയപ്പോ ഈ ഓർമ്മ വന്നു. അതായത് അയാളുടെ ജീവൻ രക്ഷിച്ച മൊർദെക്കായാണ് ഇയാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ഒന്നും കൊടുത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ രാജാവ് കൊല്ലുവാൻ വിധിച്ച ഈ മൊർദെക്കായിയെ ശത്രു തീരുമാനിച്ചതിനെ എടുത്തു മാറ്റി അയാളെ വിളിപ്പിച്ച് അയാൾക്ക് വസ്ത്രം കൊടുത്ത് അയാളെ മാന്യനാക്കി ആ രാജ്യം മുഴുവൻ അയാളെ കൊണ്ട് നടത്തി അയാൾ ചെയ്ത ഉപകാരത്തെ ഓർത്തുകൊണ്ട് ആ ശത്രുവിന്റെ മുമ്പിൽ അയാളെ വിരുന്നൊരുക്കി കാണിച്ചു കൊടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മള് എളിമയോടെ നമ്മൾ എന്ത് ജോലിയായാലും എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി അതൊരിക്കലും മറന്നു പോകുകയില്ല. തക്ക സമയത്ത് കർത്താവ് അതെടുത്ത് അത് ഓർപ്പിച്ച് മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിച്ചിട്ട് അതിന്റെ അനുഗ്രഹം, അതിന്റെ പ്രതിഫലം നമുക്ക് കർത്താവ് തരും.
ഇതിന് ഉദാഹരണമാണ് പ്രത്യേകിച്ച് ഈ മൊർദെഖായിയുടെ ജീവിതം. Praise God. Yes. Praise God. Hallelujah. Hallelujah. Hello, Hallelujah. brother. So shall we close Hallelujah. down for today? Brother, somebody wants to Brother, talk to you. just before closing. Okay. Hello. Yes, hello. Yes, Yeah, sister. yeah. Yeah, brother. Yeah, my name is Sunita. Yeah, my name is Sunita Jordan, who did my cancer treatment from CMC, and I had asked for prayer request before. Okay. Yeah, I hope you remember me. When I was in ICU, I used to call brother. Okay. So, yeah, I finished my treatment and I was all right. Doctor sent me with some maintenance dose medicine, Yeah, tell and me. all 6 months passed. And yeah, now when I did my blood test, my counts and things were low. And then I came back to CMC, and then they did a bone marrow test, and I'm waiting for the result on Monday. So I Okay. believe in God, but kindly pray for me to increase my belief. And then, See, I did 2 transplant and I went back to Kerala. okay, listen. You got to keep listening to the word of God, the teachings. Okay. Yeah. So the more and more teachings you listen and understand, it is healing to all your flesh. Mhm. That's what the Bible says. Mm. So now you should concentrate more on receiving the teachings. Okay. See, when you renew your mind, okay, to the word of God, Okay. okay, that's when you are praying. Okay. So now, for example, we are studying the word of God. We are communicating with God. This is a prayer. Mm-hmm. So your prayer should Okay. be backed up with the word of God every moment. Okay. So the word of God says you are already healed. So do you need to wait for the report to come that you are healed, or you're already excited because Jesus has called you and said he is healed, that you are healed? Yeah, I believe, doctor. So if you believe, then why are you worried about whatever the report is going to come? Sometimes the doctor's words upset me. So the doctors will speak about the facts, but are you supposed to speak the facts or the truths? The truth, brother. So if you are believing the truth has already set you free, no? And that is the real battle, Baba. The real battle is not how much you pray. The real battle is how much can you believe what God has done for you on the cross. So when a person is focused on the truth that is declared on the word of God, the person is living a supernatural life. Okay. Okay, Father, in the name of Jesus, we believe, we agree, all of us over here, that she is completely healed of asthma. Lord, I thank you that every process is healing her, every moment is healing her. Thank you, I praise you, I praise you. Thank you, Lord, for touching her. Your word has been sent forth. Her bone marrow is healed, her health is healed, and there is no trace of any infirmity in her body. According to your word, by your stripes and by your wounds, this person is completely healed and totally set free. In Jesus' name, amen. 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 Okay, you are completely healed. Now that's what you have got to continually believe. Thank you. Thank you. Yeah. Sister, you have this white book with you? Sorry, You have the white book with you? Bible? The No, white book. I don't think so. Where are you calling from? Dubai or where? No, I'm from CMC, Chennai, Vellore now. Vellore, okay. I did my test and waiting for the report. Yeah. Okay. You got Jude's number? Anybody's there who's got a Jude number? Yeah, I have the Jude's number. Yeah, just forward it to her. Yeah. Just write on this number, Baba, and ask for the book. He will give you the book, the CD, everything he'll give from Chennai.
Sunita? Yeah, is it possible to send, because I am sitting on the top of the terrace, I should go down to get the pen. Okay. So we don't know your number. If you can give us your number, we can do the needful. 9074. Just a second. Yeah, I'm writing on, sister. Yeah, 97. 9074 9074 5737 5737 57. Thanks. Yes, sister. We will send you the Brother Jude's number. Yeah. Okay. Yeah, and we will send you the. Brother Harshan, you can forward me the number. I'll just take a small nap and then I'll talk to her. Yeah, brother. Yes, brother. Yeah, brother. Good night. Because again now up till the early Yes, we morning, know. again the next Yes, round will yes. start. We Let me know, just brother. with a small name. Okay, Yeah. bye. Bye. Bye, By the way, brother. Thank you, Rajiv and Sajeev is there today, huh? Yeah. I saw them. Yeah. Okay, Can ask brother. them to talk at least 1 minute. Let me see them. She has become mother no again. Oh, praise God. She just got a baby. Oh, praise God. There, Yeah. in Malayalam, Anna Mana. Greetings, everyone. तेरा बम्बई का मलयालम जरा टेस्ट मारता जरा बात कर दो എന്തോ പറയണ്ടി എല്ലാം ദൈവ അനുഗ്രഹം बराबर बोला क्या Yes. she said correctly Yes. Mallu is Mallu after all. Wherever they go. तो तुम्हारा स्टेट वाइज से चेंज नहीं होता क्या थोड़ा लैंग्वेज तभी मेरा पॉलिश हो गया बिकॉज सजीव को ऐड किया ना लॉर्ड ने लाइफ में इसके लिए मलयालम और ही इज अ पक्का मल्लू ओके बाबा क्या बोलेगा भाई चलो मेरे को जाके सोने दो Uh-huh. you all continue I'm going Okay, brother. God bless you. Sister, congratulations. Thank you so much, sister. Congratulations, sister. Yeah, so nice to hear, huh? Yeah. Prophet. Yeah. Like brother. Sister, can you brief about your ministry work? Children's ministry. Yeah. Can I mean, Malayalam. can you unmute Sajeev also, sister, if you don't mind? Yeah, Harshan. Sajeev. Yeah, he's unmute. Because his Malayalam is okay. I think what his odd. Okay, fine. Let's pray. Malayalamil korachokki parayam. Okay, not a problem. But it's he is a perfect Malayali. എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം because language doesn't matter to Lord. Yes. Okay. ദൈവമായ പിതാവേ ഈ നല്ലൊരു ദിവസം നിദാനമായിട്ട് തന്നായ സ്തോത്രം കർത്താവേ പൽക്കാലം തൊട്ട് രാത്രിയായ സമയം വരെ ഞങ്ങൾ എല്ലാവരും നീ കാത്തു പരിപാലിച്ചനായ സ്തോത്രം കർത്താവെ നിന്റെ ബലത്തോടും നിന്റെ അനുഗ്രഹത്തോടും ഞങ്ങൾ എത്രത്തോളം നടത്തി കാത്തു പരിപാലിച്ചനായ സ്തോത്രം നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിച്ചല്ലോ കർത്താവെ അതിന് കൂടാനുകൂടി സ്തോത്രം കർത്താവെ നിന്റെ വചനത്തോട് വളരുവാനും വേരോട് വളരുവാനും ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചനായ സ്തോത്രം തന്ന സകല നന്മയ്ക്കും കൃപയ്ക്കുമായ സ്തോത്രം കർത്താവെ ഞങ്ങൾ എല്ലാവരും നിന്റെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്പെഷ്യലി കർത്താവെ ഞങ്ങൾ സിസ്റ്റർ സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വചനം പറഞ്ഞ പോലെ നിന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ സമയം സിസ്റ്റർ സുനിത നിന്റെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മകളെ നീ കാത്തു പരിപാലിച്ചു പൂർണ്ണ ആരോഗ്യത്തോട് കർത്താവെ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന്റെ കാര്യം പറയുവാനും മറ്റുള്ളവരോട് നിന്റെ ഒരു സാക്ഷ്യമായി തീരുവാനും നിന്റെ മകളെ നീ അനുഗ്രഹിച്ചനായ സ്തോത്രം We bless her, we anoint her in your name, Lord Jesus. തന്ന സകല നന്മയ്ക്കും കൃപയ്ക്കായി സ്തോത്രം കർത്താവെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ ഞങ്ങള് കർത്താവെ വിശ്വാസത്തോടെ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു കർത്താവെ
ഞങ്ങൾക്ക് അറിയാം, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനൊരു തക്കതായിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു കർത്താവേ. എന്റെ വചനം പറയുന്ന പോലെ നിനക്ക് ലഭിക്കുന്ന മുമ്പേ നീ വിശ്വസിക്കുക, നിനക്കത് ലഭിച്ചു കഴിഞ്ഞെന്നുള്ളത്. കർത്താവെ, സകല നന്മയ്ക്കും കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ സന്നിധിയിൽ ഇരിക്കുന്ന എല്ലാവരുടെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാരും നീ കാത്തു പരിപാലിക്കണമേ, കൂടുതൽ അനുഗ്രഹിക്കണമേ, എടുത്ത് ഉപയോഗിക്കണമേ കർത്താവെ. പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you, Sister Sunita. You are already healed in the name of Jesus. Amen. Thank you, sister. Thank you, God. Thank you, Jesus. Bless you. Okay. See you soon. Yeah, see you. Come every Friday, huh? Yeah, sure, sure. Thank you. Sister Sunita, you also please join us for every Friday meeting. Same time every Friday. Yeah, same time every Friday. Will you be sending this link in this list group? I am only participant of list group. List group. Adeda? എനിക്കിത് ഞാൻ ആക്ച്വലി sister നെ- ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഒരു ഫോൺ മിസ്സായപ്പം എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ നമ്പറുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ CMC അഡ്മിറ്റ് ആയപ്പോൾ എൻ്റെ ഫോൺ പോയി. അപ്പൊ എനിക്ക് എന്നെ ഒരാൾ ആഡ് ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ലിസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ എനിക്ക് അതിലേക്കൂടി ഒന്ന് ലിങ്ക് വന്നത്. Okay. അത് ഏതാന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഇതേപോലെ ഏതോ സിസ്റ്ററിന് ലാംഗ്വേജിലുള്ള ആരുടെ ഗ്രൂപ്പ് അത് എൻ്റെ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിനകത്ത് എനിക്ക് ഈ ആഡ് ചെയ്യാം. അതിനകത്ത് സിസ്റ്ററിന് എല്ലാ ഫ്രൈഡേയുടെയും പിന്നെ ഈ ലിങ്കും കിട്ടും സിസ്റ്ററിന്. ഓക്കെ താങ്ക് യു. Thank you.